ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ ആദ്യ സംഘം പുറപ്പെട്ടു. ശശി തരൂർ വിവാദമുണ്ടാക്കിയത് കോൺഗ്രസ് എന്ന ജോൺ ബ്രിട്ടാസ്. തരൂരിനെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിന് പിന്തുണ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. 26 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. ഒളിത്താവളങ്ങളും ബങ്കറുകളും തകർത്തു. നാരായൺപൂർ ബീജാപൂർ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉടൻ. നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ച ഇ.ടി. മുഹമ്മദ് ബഷീർ. കരാറുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. NH അതോറിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ദേശീയപാതയിൽ പലയിടത്തും കേടുപാടുകൾ കണ്ടെത്തി. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് ആർക്ക്? CPM മന്ത്രിമാർക്കിടയിൽ ഭിന്നത. ക്രെഡിറ്റ് മുഹമ്മദ് റിയാസ് തട്ടിയെടുത്തതായി തദ്ദേശ വകുപ്പ്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്തത് അനാരോഗ്യ കാരണങ്ങളാലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അച്ഛന്റെ മൊഴിയെടുത്തു. പ്രതി കുട്ടികളെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് സുഭാഷ്. 10 വയസ്സുകാരൻ സഹോദരന്റെയും മൊഴി രേഖപ്പെടുത്തി. സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു. മരിച്ചത് നെടുമങ്ങാട് സ്വദേശി ഓമന. പ്രതി മണികണ്ഠൻ അറസ്റ്റിൽ. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യം. കൊല്ലത്ത് യുവാവിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് തുമ്പമൺ സ്വദേശി സുജിൻ. 5 അംഗ സംഘം പോലീസ് കസ്റ്റഡിയിൽ.